ലേൺ ലൈഫിലേക്ക് സ്വാഗതം. ഒരു എപ്പിസോഡ് മുമ്പ് ചെയ്തിരുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത ശരിയായ നിലയിൽ ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു. അത് ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത എപ്പിസോഡായിരുന്നു. എനിക്ക് വന്ന ഒരു ഫോൺ കാളിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഭർത്താവ് എങ്ങനെയുള്ളൊരു ഭർത്താവായാൽ ദാമ്പത്യം എത്ര മനോഹരമാകും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു എപ്പിസോഡ്. ഇന്ന് ഒരു സംഭവം തന്നെയാണ് വിവരിക്കുന്നത്. ഇത് ഒരു മുസ്ലിം സ്ത്രീയുടെ കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ അവർ അനുഭവിച്ച ഇല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ കഥയാണ്. ദാമ്പത്യത്തിൽ നിന്നും സംഭവിച്ച ദുരന്തം എന്ന് തീർത്തും പറയാം. ഇത് എനിക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ, പലപ്പോഴും മുമ്പ് കൗൺസിലിംഗ് നടത്തിയപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ഉൾപ്പെടുത്തി പറയുന്നത്. ഈ ബന്ധപ്പെട്ട ആളുകളുടെ പേരോ സ്ഥലമോ ഒന്നും ഞാൻ വെളിപ്പെടുത്തുകയില്ല, മറിച്ച് ആ സംഭവങ്ങൾ നിങ്ങൾക്കും ഗുണപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഈ വക്കീൽ ജീവിതത്തിൽ നിന്നും ചില ആളുകൾ ഈ ഡിവോഴ്സ് പെറ്റീഷനുമായിട്ട് വരുമ്പോഴും പല സംഭവങ്ങളും അവരിൽ നിന്നും കിട്ടാറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ സ്റ്റോറി ആക്കിയിട്ടില്ല. ഇപ്പോൾ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ സ്ത്രീ, ശരിക്കും ഞാൻ ജില്ല മാറ്റി പറയുകയാണ്, ഇത് കോട്ടയം എന്ന് തന്നെ നിങ്ങൾ കരുതുക. ഒരുപാട് റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉള്ള, റബ്ബർ എസ്റ്റേറ്റ് എന്ന് പറയാനില്ല, റബ്ബർ തിങ്ങി നിറഞ്ഞ ഭൂമിയുള്ള ഒരു സാമാന്യം ഒരു ജന്മിയായ ഒരു മനുഷ്യൻ്റെ മകളാണ്. 3 പെൺമക്കളുണ്ട്. അതിൽ ഇളയവളാണ് ഈ കഥാപാത്രമായ പെൺകുട്ടി. പ്രീ ഡിഗ്രിക്ക് പഠിച്ച് ഏതാണ്ട് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിക്ക് വിവാഹാലോചന വന്നു. വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ച് വന്നയാൾ ഗൾഫുകാരനാണ്. നല്ല സാമ്പത്തിക പരമായി നല്ല സ്ഥിതിയുള്ള ആളാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് വീട്ടുകാർ ആലോചിച്ച് കല്യാണം നടത്താൻ. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് 17 വയസ്സേ അന്ന് പ്രായമുള്ളൂ, 18 തികഞ്ഞിട്ടില്ല. പക്ഷേ ഈ കല്യാണാലോചന വന്നപ്പോൾ അത് വിട്ടുകളയാനും ഈ കുടുംബക്കാർക്ക് തോന്നിയില്ല. പെൺകുട്ടി സാമാന്യം തരക്കേടില്ലാത്തൊരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഈ വരനും കുടുംബത്തിനും എല്ലാവർക്കും യോജിപ്പായിരുന്നു. കുട്ടിക്ക് ആവശ്യത്തിന് സൗന്ദര്യമുണ്ട്, മാത്രമല്ല ഈ കുടുംബത്തിന് നല്ല ഭൂസ്വത്വമുണ്ട്. അതുകൊണ്ട് എല്ലാവരും സമ്മതിച്ചു. വിവാഹം നടന്നു. വിവാഹത്തിന് ശേഷം ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഭാര്യയെ ഭർത്താവ് കൂട്ടിക്കൊണ്ട് ഗൾഫിലേക്ക് പോയി. പക്ഷേ അതിനു മുമ്പേ ഉണ്ടായ ചില സംഭവങ്ങൾ പറയാം. വിവാഹ രാത്രി, അതായത് മധുവിധു രാത്രിയിൽ തന്നെ ഈ ഭർത്താവ് ചില ചോദ്യങ്ങൾ ഈ ഭാര്യയോട് ചോദിച്ചിരുന്നു. അതിൽ പലവട്ടങ്ങളായി അദ്ദേഹം ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റായിട്ട് ചോദിച്ച ചോദ്യം, നിനക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടായിരുന്നോ എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞു, ശരി, ഇനി ഞാൻ നിൻ്റെ ഭർത്താവ് തന്നെയാണ്, പക്ഷെ നമ്മളിനി പലതും മറച്ചു വെക്കാനുള്ളവരല്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയണം, എൻ്റേത് ഞാൻ നിന്നോട് പറയുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞ് ഹാപ്പിയായിട്ട് ആ ദിവസത്തിലാണ് ഇദ്ദേഹം പതിയെ ഈ ചോദ്യത്തിലേക്ക് വന്നത്, നീ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ പെൺകുട്ടി ശരിക്കും പതറിപ്പോയി. അവൾക്ക് അങ്ങനെ ഒരു പ്രണയം തോന്നാനുള്ള സമയമൊന്നും ആയില്ല. +2 പഠിച്ച് ഏതാണ്ട് പൂർത്തിയാക്കുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. അതിനിടയിൽ പ്രണയബന്ധത്തിലൊന്നും പോയി ചാടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നല്ല സുന്ദരിയാണ്, സുന്ദരി ആയതുകൊണ്ട് തന്നെ നിന്നെ ആരെങ്കിലുമൊക്കെ പ്രേമിക്കുമല്ലോ, അതൊന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിച്ചത്. ആണെങ്കിൽ ആണെന്ന് പറഞ്ഞോ, അതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം ഒരു നല്ല കുടുംബത്തിന് വേണ്ടത്. ഒരു നല്ല ഭാര്യയും ഭർത്താവും ആദ്യം തന്നെ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് അവർ പിന്നെ ജീവിതത്തിലേക്ക് പതിയെ കയറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ഭർത്താവ് വളരെ അനുനയത്തിലോട് ചോദിച്ചു. ഇവൾ കൈമലർത്തി, എനിക്ക് അങ്ങനെ ആരോടും പ്രേമമൊന്നും തോന്നിയിട്ടില്ല, അങ്ങനെ തോന്നാണ്ട സമയമൊന്നും ആയില്ലല്ലോ, എനിക്ക് അങ്ങനെ ആയാലും തോന്നുകയില്ല, കാരണം ഞാൻ മറ്റ് ദൈവവിശ്വാസിയും കുടുംബത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുമൊക്കെയാണ്. ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പ്രണയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് ഈ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പതിയെ പതിയെ അവർ സംസാരവും പിന്നെ ഒരുമിയിരിക്കലും ചുംബനം കൊടുക്കലും ഒക്കെ സ്വാഭാവികമായും പ്രഥമ രാത്രിയിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കുന്നതിനിടയിൽ
ഉറങ്ങുന്നതിനു മുമ്പ് അയാൾ പതുക്കെ ഒന്നും കൂടി ചോദിച്ചു, ശരി തന്നെയല്ലേ, നീ ആരെയും പ്രേമിച്ചിട്ടൊന്നും ഇല്ലല്ലോ? ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, എന്താ സംശയിക്കണം, ഞാൻ ഇല്ല എന്ന് പറഞ്ഞില്ലേ. അത് ഇല്ല ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഉണ്ടെങ്കിൽ ഞാൻ പറയുകയും ചെയ്യും. അങ്ങനെ അയാൾ കിടന്നുറങ്ങി. പക്ഷേ 2 മാസം കഴിഞ്ഞിട്ടാണ് ഇവർ ഗൾഫിലേക്ക് ഈ മനുഷ്യൻ ഈ സ്ത്രീയെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്, ഭാര്യയെയും കൊണ്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് പല പ്രാവശ്യം ഇയാൾ ഈ ചോദ്യം ഇവളോട് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ, നീ സത്യം പറയൂ, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, നിന്നെ ഞാൻ പിന്നെ വിട്ടുകളയില്ല, ഉപേക്ഷിക്കില്ല, സത്യം പറഞ്ഞാൽ മതി എന്ന് പലവട്ടം ഇയാൾ പറയുകയാണ്. ആ സ്ത്രീ എല്ലാ അർത്ഥത്തിലും നന്നായി തന്നെ ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാണ്, ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഇയാൾ പറഞ്ഞ്, എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ്, കാരണം നീ എൻ്റേത് മാത്രമായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വേറെ ഒരാളിനോടും നിനക്ക് ഒരു സ്നേഹമോ കടപ്പാടോ പ്രേമമോ പ്രണയമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് മുമ്പുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ അതോടുകൂടി എനിക്ക് തീർച്ചപ്പെടും. അത് അങ്ങനെയൊന്നുമില്ല, ഇനിയും ഉണ്ടാവില്ല എന്നെനിക്ക് തീർച്ചപ്പെടും. അപ്പോഴും ആ സ്ത്രീ പാവം, അവർക്ക് ഒരു പ്രണയവും ആരുമായിട്ടും ഉണ്ടായിരുന്നില്ല, അവൾ ഉള്ളതുപോലെ അങ്ങ് പറയുകയാണ്. പിന്നീട് ഇയാൾ ചോദിക്കുന്നത്, ആരെങ്കിലും നിന്റെ പിന്നാലെ നടന്നിട്ടുണ്ടോ, നീ പ്രേമിച്ചില്ലെങ്കിൽ വേണ്ട, നിനക്ക് കത്ത് തരാനോ നിന്നോട് സംസാരിക്കാനോ ഒരുമിച്ച് നടക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ, സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ? അപ്പോഴും ഈ സ്ത്രീ പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനെ എൻ്റെ പിന്നാലെ ആരും നടന്നിട്ടില്ല, അഥവാ അങ്ങനെ നടക്കാൻ ഇട ഞാൻ വരുത്തിയിട്ടുമില്ല. എന്നെ നോക്കിയാൽ ഞാൻ തിരിച്ചു നോക്കിയാലല്ലേ ആ പിന്നെ അത്തരത്തിലുള്ള നോട്ടങ്ങൾ പിന്നും വരും, ഞാൻ നോക്കിയിട്ടുമില്ല, ഞാൻ അതിനുവേണ്ടി ശ്രദ്ധിച്ചിട്ടുമില്ല എന്ന് ഈ സ്ത്രീ തീർത്തും പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരാഴ്ച കഴിയും, വീണ്ടും ഇയാൾ പതുക്കെ അതിലേക്ക് വരും. എന്തായാലും ആ സ്ത്രീ ഇത് കുടുംബക്കാരോടൊന്നും പറഞ്ഞില്ല, വീട്ടുകാരോടും പറഞ്ഞില്ല, ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ അവർ ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചത്. അവിടെ ഇദ്ദേഹത്തിന് ഒരു കമ്പനിയിലാണ് ജോലി, കമ്പനി തന്നെ എടുത്തു കൊടുത്ത ഫ്ലാറ്റാണ്. അവിടെ മറ്റ് കമ്പനിയിലെ മറ്റ് പല ഉദ്യോഗസ്ഥരും അവിടെ താമസിക്കുന്നുണ്ട്, ഇതേ കമ്പനിയിൽപ്പെട്ട തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷവും ഇയാൾ ഒരു സംശയത്തോടു കൂടിയുള്ള ഒരു ശ്രദ്ധ ഭാര്യയുടെ മേൽ വെക്കാൻ തുടങ്ങി. ഭാര്യയ്ക്കും അത് മനസ്സിലാകാൻ തുടങ്ങി. ഈ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന ഒരു കൃത്യസമയമുണ്ട്, ആ സമയം ആവുന്നതിന് മുമ്പേ വരിക, രാത്രി അയാൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നതിൻ്റെ കൃത്യസമയം തെറ്റിച്ച് അതിനു മുമ്പേ വരിക, വരുന്നതിന് മുമ്പ് പതുക്കെ വാതിലിൻ്റെ പിന്നെ കോളിംഗ് ബെല്ല് അടിക്കാതെ പുറത്ത് നിന്ന് ശ്രദ്ധിക്കുക, ആരുടെയെങ്കിലും ചെരുപ്പ് വെളിയിൽ കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ഇയാൾ വീട്ടിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കും. വീട്ടിൽ കോളിംഗ് ബെല്ല് അടിച്ച് ഭാര്യയെ കൊണ്ട് റൂം തുറപ്പിക്കുന്നതിന് മുമ്പ് ഇയാൾ വീടിന് ചുറ്റും ഒന്ന് നടക്കും. ഇയാൾ ഈ ലേഡി ജനലിനരികിൽ നിൽപ്പുണ്ടോ, പുറത്തൂടെ പോകുന്ന ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ. ഫ്ലാറ്റ് എന്ന് പറയുമ്പം ആ സൈഡിലൂടെ റോഡും അടുത്ത ഫ്ലാറ്റും ഒക്കെ ഉള്ളതാണ്. ചുരുക്കത്തിൽ ഇയാൾ ഈ ഭാര്യയെ തലങ്ങും വിലങ്ങും ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ശരിക്കും സംശയരോഗത്തിൻ്റെ എല്ലാ അവസ്ഥയും തൻ്റെ ഭർത്താവിനുണ്ടെന്ന് ആ സ്ത്രീക്ക് വൈകാതെ ബോധ്യപ്പെട്ടു. ഇതിനിടയ്ക്ക് ഒരു പ്രധാന സംഭവവും നടന്നു. അത് ഇതാണ്, ഒരു ദിവസം ഇയാൾ വീട്ടിൽ പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ കയറി വരുന്നു. കയറി വന്നതിന് ശേഷം ഇയാൾ ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ചുറ്റി നടക്കുന്നത് പോലെ ഇയാൾ ചുറ്റി നടക്കുന്നു, നോക്കുന്നു, പിന്നെ കാളിംഗ് ബെല്ലടിക്കുന്നു, തുറക്കുന്നു. തുറന്ന ഉടനെ ഭാര്യയോടൊന്നും പറയാതെ ഇയാൾ ഓടി എല്ലാ മുറികളിലും കയറി നോക്കുകയാണ്. ആ കുളിമുറിക്കകത്ത് വരെ ഇയാൾ കയറി നോക്കുകയാണ്. അതിനുശേഷം ഈ ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ എന്താ നോക്കണം? അല്ല, ഞാൻ ഒന്ന് ഇവിടെ ഏതോ ഒരു കള്ളൻ വന്നു എന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞു, എൻ്റെ ഒരു ഉൾവിളി ഉണ്ടായി, ഒരു കള്ളൻ ഇതിനകത്ത് കയറിയെന്ന് എനിക്കത് തോന്നൽ വന്നു ഓഫീസിൽ നിന്നപ്പം, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്ന് ഇതെല്ലാം നോക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, നീ സമാധാനപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ അലമാര വരെ തുറന്നു നോക്കുന്നത് ഒരു ആള് ഈ അലമാരിക്കകത്ത് കയറി ഇരിപ്പുണ്ട്, ഇല്ലെങ്കിൽ വാതിലിൽ മറിഞ്ഞിരിപ്പുണ്ട്. എന്നിട്ട് കട്ടിലിനടിയിൽ നോക്കുന്നു, കട്ടിലിനടിയിൽ കിടപ്പുണ്ട്. ആരോ ഒരു പുരുഷൻ ഇയാളില്ലാതിരുന്ന സമയത്ത് ഭാര്യ ഒന്നുകിൽ വിളിച്ചു വരുത്തി, ഇല്ലെങ്കിൽ ആ കാമുകൻ ഭാര്യയെ കാണാനായിട്ട് വന്നു. ഇതാണ് ഇയാളുടെ മനസ്സിലുള്ള ഈ തോന്നൽ കാരണമാണ് അയാൾ ഈ ഓടി നടന്ന് നോക്കി. ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ സമാധാനത്തോടെ പറയുകയാണ്, ഞാൻ ഒരു കുഴപ്പമില്ല, എനിക്ക് തോന്നലായിരിക്കാൻ, ഞാൻ ഓഫീസിൽ പോകണമെന്ന്. ആ സമയം ഈ ഭാര്യ പൊട്ടിത്തെറിച്ചു. നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല ശരി, കള്ളത്തരമാണ് നിങ്ങൾ ഇപ്പം എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് സംശയരോഗമാണ് എന്നെ.
എന്നോട് ഇപ്പോൾ അന്ന് കല്യാണം കഴിഞ്ഞ ആ രാത്രി മുതൽ നിങ്ങൾ ചോദിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, എനിക്ക് വേറെ ബന്ധമുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യ, ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നു, നാട്ടിലുള്ള കാമുകൻ എന്നെ തേടി ഇവിടെ വന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? അതോ ഇവിടെ എനിക്ക് പുതിയ കാമുകന്മാർ ഈ 1 മാസത്തിനുള്ളിൽ ഉണ്ടായോ എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, നീ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും, നീ ഒന്നിനും ശ്രമിച്ചില്ലെങ്കിലും ആളുകൾ വേറെയുണ്ട്, എനിക്കറിയാം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ മുകളിലും താഴേക്കും ഉണ്ടല്ലോ, അതിലൊരുത്തൻ ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല. അപ്പോൾ അവൻ ഇനി എങ്ങാനും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നോ എന്ന് നോക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ സ്ത്രീ ചോദിക്കുന്നു, അതാരാണ്? എനിക്കറിയില്ല, നിങ്ങൾ പറയൂ. അതൊന്നും നീ അറിയണ്ട, അങ്ങനെ ഒരാളുണ്ട്, അവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവനല്ലേ, അവൻ്റെ സ്വഭാവം എനിക്കറിയാം, അവന് സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ പെണ്ണുപിടുത്തമാണ്. പെണ്ണുങ്ങൾ എവിടെയുണ്ടെങ്കിൽ ആരുടേതാണെങ്കിലും അവൻ അന്വേഷിച്ച് മണത്ത് കണ്ടുപിടിച്ച് അവൻ എങ്ങനെയെങ്കിലും കയറിപ്പറ്റും. എനിക്കവനെ സംശയമാണ്, അതാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭാര്യയുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇത് സ്ഥിരം പ്രോസസ്സായി മാറി, അവൾക്ക് അസഹനീയമായി മാറി. അവൾ ഒരു ദിവസം അവൾ പറയുന്നു, ഇത്തരത്തിലാണ് നിങ്ങൾ സംശയരോഗവും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, നമ്മുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുക. അപ്പോൾ അയാൾ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ നിൻ്റെ പഴയ കാമുകൻ്റെ അടുക്കിലേക്ക് പോകണമെന്ന് തന്നെയാണ് നിനക്കിപ്പോഴും ആഗ്രഹം, ഇല്ലേ? ഇവിടെ നിന്നാൽ അവനെ കാണാൻ പറ്റില്ല, അവനെ കാണാൻ വേണ്ടി നിനക്ക് പോകണം അല്ലേ എന്ന്. അപ്പോൾ ആലോചിച്ച് നോക്കുക ആ ഭാര്യയുടെ സ്ഥിതി. എന്തു പറഞ്ഞാലും ഇയാൾ കണക്റ്റ് ചെയ്ത് ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഇയാൾ സ്ഥാപിക്കുകയാണ്. ഇയാൾക്ക് അതാണ് ഇയാളുടെ ആഗ്രഹം. ഇയാൾ ഈ പരബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചത് ഭാര്യ അംഗീകരിച്ചു കൊടുക്കണം. അതായത് ഒരു കാമുകൻ ഉണ്ട് എന്ന് ഭാര്യ പറയണം. ഭാര്യ അത് സ്ഥിരീകരിച്ചാൽ അയാൾ അത് വെച്ചുകൊണ്ട് പിന്മാറുമെന്ന് ഇയാൾ പറയണം. നീ ഉള്ളത് പറഞ്ഞാൽ പിന്നെ എനിക്ക് സംശയം തീരുമല്ലോ എന്നാണ് പറയുന്നത്. ഇല്ലാത്ത കാമുകനെ കുറിച്ച് ഈ ഭാര്യ എങ്ങനെ പറയും? നിങ്ങൾ ഓർക്കണം, ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഈ സംഭവം എൻ്റെ മുമ്പിൽ വന്നതാണ്, കൗൺസിലിങ്ങിന് വേണ്ടി വന്ന സംഭവമാണ്. പക്ഷേ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ വന്നില്ല, ഭാര്യയെ ബന്ധുക്കളുമായി ചേർന്ന് വന്നു എന്നുള്ളതാണ്. ഈ ഭാര്യ വീട്ടുകാരെ അറിയിക്കാൻ തന്നെ പിന്നെ തീരുമാനിക്കുന്നു, വീട്ടുകാരെ വിവരം അറിയിക്കുന്നു. അപ്പോൾ വീട്ടിൽ നിന്നുള്ള മറുപടി എന്താണ്? ഒന്നും സഹിക്കുക, അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ നീ ഇല്ല എന്നുള്ളത് നിനക്കറിയാമല്ലോ, പിന്നെ അയാൾ വന്ന് പരിശോധിക്കുകയോ സംശയിക്കുകയോ എന്തു വേണോ ചെയ്തോട്ടെ, നീ അതെന്തിനാ അതിനെ ഓർത്ത് നീ വേകുലപ്പെടുന്നത്? അയാൾ എല്ലാം നിന്നെ നോക്കുന്ന ഒരു നല്ല ഭർത്താവല്ലേ, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളല്ലേ, നല്ല ജോലിയില്ലേ, നല്ല സമ്പത്തില്ലേ, നല്ല കുടുംബമല്ലേ, അയാൾ ആരോഗ്യവാനല്ലേ, സുന്ദരനല്ലേ എന്ന് വീട്ടുകാർ, പ്രത്യേകിച്ച് ഈ സ്ത്രീയുടെ പിന്നെ പിതാവ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹമാണ് ഇതെല്ലാം പറഞ്ഞ മകളെ പിന്തിരിപ്പിക്കുന്നത്. കാരണം ഈ പറയുന്ന ഗൾഫുകാരൻ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ്, അയാളൊരു നല്ല കുടുംബത്തിലെ ആളാണ്. പക്ഷെ അയാൾക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ അതങ്ങ് സഹിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഈ പിതാവിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അദ്ദേഹത്തിന് ഇങ്ങനെ സംശയ രോഗം എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്താണെന്ന് പോലും അയാൾക്ക് വ്യക്തതയില്ല. ഇങ്ങനെയൊക്കെ ഭാര്യയും ഭർത്താവും ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ പറഞ്ഞു, ചില ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരാം. അതൊന്നും വലിയ കാര്യമാക്കണ്ടെന്നാണ് ഈ പിതാവ് മോളെ പഠിപ്പിക്കുന്നത്. എപ്പോൾ പറഞ്ഞാലും ഫോണിൽ വിളിച്ചാലും ഇത് തന്നെയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഈ സ്ത്രീ ആണെങ്കിൽ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ അത്യാവശ്യം ഇവരുടെ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ +2, അത്യാവശ്യം കാര്യബോധമുണ്ട്. ഈ ഭർത്താവ് രാത്രികാലങ്ങളിലൊക്കെ തന്നെ തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങാതെ കിടക്കുന്നു. രാത്രി എണീറ്റ് പലപ്പോഴും ജനലിലെ അടുക്കൽ ആരെങ്കിലും വന്നു നിൽപ്പുണ്ടോ എന്ന് നോക്കുന്നു, പുറത്താരെങ്കിലും ഒളിച്ചു നിൽപ്പുണ്ടോ എന്ന് നോക്കുന്നു. ഇതെല്ലാം തന്നെ ഭാര്യയുടെ ചാരിത്രത്തിലുള്ള സംശയമാണ്. ഭാര്യയുടെ കാമുകന്മാർ ഭാര്യയ്ക്ക് ഉണ്ട് എന്നുള്ള സംശയമാണ്. ഇത് വർദ്ധിച്ചതോടുകൂടി ഓരോ ദിവസവും ഓരോ തരത്തിലാണിത്. ഇതിൻ്റേതായ റിസൾട്ടുകൾ പലതും വരുന്നുണ്ട്. ഇയാൾ ഉറങ്ങില്ല, ഇയാൾ ഉറങ്ങാത്തത് കൊണ്ട് ഈ ഭാര്യയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് നടത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൈക്കാട്രിക് വിഭാഗം ഡോക്ടറെ കാണിക്കാനോ ഒന്നും ഈ പാവം സ്ത്രീക്ക് അറിയില്ല. അവിടെ ആരോടെങ്കിലും ഇത് തുറന്നു പറയാനോ അവർക്ക് ആരുമില്ല. അങ്ങനെയാണ് ഇവർ വീട്ടിലേക്ക് അവസാനം പറയേണ്ടി വന്നത്. വീട്ടുകാരും ഇങ്ങനെ ആയപ്പോൾ ഈ സ്ത്രീ ഒന്ന് തീരുമാനിച്ചു, അനുഭവിക്കാവുന്നിടത്തോളം അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഗൾഫിൽ തന്നെ തുടർന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഉമ്മയെ കാണണം എന്ന് പറഞ്ഞ് ഈ സ്ത്രീ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്.
അസഹനീയമായ ഒരു അവസ്ഥ വന്നു ചേർന്നപ്പോൾ ഇവരുടെ ഈ തീരുമാനമെല്ലാം തെറ്റിപ്പോയി. കാരണം ഈ മനുഷ്യനുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ അവരെത്തുകയാണ്. ഉമ്മയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഭർത്താവ് സമ്മതിച്ചു, ഉമ്മയെ കാണാൻ പോകാം. ഈ ഇടയ്ക്ക് ഇങ്ങനെ പരാതിയും പരിഭവങ്ങളും അയാൾ പറയുന്നുണ്ട്, കാമുവിനെ കാണാനാണോ മറ്റാണോ, പറഞ്ഞ ഡേറ്റൊക്കെ ഇയാൾ ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഭാര്യയും കൊണ്ട് ഇയാൾ നാട്ടിൽ വരികയാണ്. നാട്ടിൽ വന്നതിന് ശേഷം ഈ വന്ന് താമസിച്ചത് ഈ ഭാര്യയുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഭാര്യയുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് ആ സമയം അവർ സാധാരണ രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ഭാര്യയുടെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ടല്ലോ. അങ്ങനെ വന്നതാകാം എന്ന് കരുതി വളരെ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ നീങ്ങി. പക്ഷേ പിന്നീട് ഈ ഭാര്യയുടെ മദർ എന്ന് പറയുന്ന ആൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം രാത്രി ഇയാൾ ഇവിടെയും ടോർച്ചുമായിട്ട് എണീക്കുകയാണ്, ഇവിടെയും വീട് ചുറ്റി നടക്കുകയാണ്, ഇവിടെയും ഇയാൾ പകലും ഒക്കെ തന്നെ ഈ സ്ത്രീയെ വട്ടമിട്ട് നോക്കുന്നു എന്നത് മാത്രമല്ല, പുറത്ത് ഇയാൾ ചില എൻക്വയറി നടത്താൻ തുടങ്ങി. ഈ ഭാര്യയ്ക്ക് മറ്റ് ഏതെങ്കിലും കാമുകന്മാരുണ്ടായിരുന്നോ, പൂർവ്വചരിത്രം എന്തായിരുന്നു, ഈ സ്ത്രീയുടെ ചില ബന്ധുക്കളായ ആളുകളെ സ്ത്രീകളെ തന്നെ ഇയാൾക്ക് പരിചയമുണ്ട്, അവരോടൊക്കെ ഇയാൾ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചോദിക്കുകയാണ്, നേരിട്ടല്ല. അങ്ങനെ പറഞ്ഞ് ഇയാൾ അതിലേക്ക് കൊണ്ടുവരും. എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് പറയും. ഒരു ബന്ധുവിനടുത്ത് ഇയാൾ പറഞ്ഞത് ഭാര്യ തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാമുകൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഒരുപാട് ശല്യപ്പെടുത്തി, പിന്നെ ഗത്യന്തരമില്ലാതെ അയാളെ പിന്നെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് അയാളെ പിന്തിരിപ്പിച്ച് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇയാൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കണക്റ്റഡ് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ചില പാവങ്ങൾ കൈമലർത്തി കാണിച്ചു. കാരണം ഇങ്ങനെയൊരു സംഭവം അവർക്കറിയില്ല. ഇതെല്ലാം കൈമലർത്തി കാണിച്ചാൽ ആ ബന്ധുവിനെ വിട്ട് വേറൊരു ബന്ധുവിനെ അടുക്കൽ ഇയാൾ പിടിക്കും. ഇയാൾ ശരിക്കും ഒരു രോഗിയാണ്, സംശയരോഗം ബാധിച്ച് മാനസിക രോഗാവസ്ഥയിലേക്ക് എത്തപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇതിനിടയ്ക്ക് ഈ സ്ത്രീ പ്രഗ്നൻ്റ് ആവുകയാണ്. പ്രഗ്നൻസി പീരീഡിൽ പോലും ഇയാൾ ഈ ഭാര്യയെ ഈ പഴയ സംഭവങ്ങൾ മനസ്സിൽ ഉണ്ട് എന്ന് ധരിച്ചുകൊണ്ട് ചില മറ്റ് കാരണങ്ങളെല്ലാം കണ്ടെത്തി അടിക്കാൻ തുടങ്ങുന്നു, മർദ്ദിക്കാൻ തുടങ്ങുന്നു. ഈ ശരിക്കു പറഞ്ഞാൽ ഈ അവരുടെ ഗർഭാവസ്ഥയിലുള്ള വയറ്റിൽ പോലും ഒരിക്കൽ ഇയാൾ കാൽ കൊണ്ട് ചവിട്ടി എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. പക്ഷേ അത് അബോർഷനൊന്നുമായില്ല, അത് അങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഒന്ന് തീർച്ചപ്പെടുത്തി ഈ സ്ത്രീ ഇനി ഇയാളുടെ ഭാര്യയായി ഇവിടെ നിൽക്കും, പക്ഷേ ഇയാളോടൊപ്പം ഗൾഫിലേക്ക് പോവില്ല എന്ന് തീരുമാനിക്കുന്നു. അവസാനം പിതാവും മാതാവും ഒക്കെ സമ്മതിച്ചു കൊടുത്തു. കാരണം അവർക്കും ഏകദേശം കാര്യങ്ങൾ പിടികിട്ടാൻ തുടങ്ങി. ഇയാളുടെ നോട്ടവും പ്രശ്നങ്ങളും ഒക്കെ കൂടി അവർ മനസ്സിലാക്കിയപ്പോൾ അയാൾ തന്നെ ഈ ഭർത്താവിനെ വീട്ടുകാരോട് പറയാൻ തുടങ്ങി, അവൾ എന്തായാലും ഇനി ഗൾഫിലേക്ക് തിരിച്ചു പോകില്ല, ഞങ്ങളോടൊപ്പം ഇവിടെ നിൽക്കും, അദ്ദേഹം വരട്ടെ, ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന് ഭാര്യയെ കാണട്ടെ. അങ്ങനെ നിരവധി പേരുണ്ടല്ലോ. അയാൾ ഒരിക്കലും അനുവദിച്ചില്ല. അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യയാണെങ്കിൽ എന്നോടൊപ്പം വരണം, ഗൾഫിലുണ്ടാവണം, അല്ലാതെ അവൾ ഇവിടെയും ഞാൻ അവിടെയായിട്ട് നിൽക്കില്ല. എനിക്ക് അങ്ങനെ ഒരു പിന്നെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഞാൻ ഒരിക്കലും സഹിക്കില്ല. എന്നിട്ട് രാത്രി ഭാര്യയോട് തന്നെ ഇയാൾ പറയുകയാണ്, നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോയാൽ നീ പഴയ കാമുകൻ്റെ കൂടെ പോവില്ലേ, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനൊന്നും സമ്മതിക്കില്ല, നീ എൻ്റെ കൂടെ തന്നെ വരണം എന്ന് ഭാര്യയെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ആ കുറേ നാളുകളായി നടന്ന അരങ്ങേറിയ നാടകം. സ്ത്രീ പോയില്ല, അവൾ പ്രസവിച്ചു. ഇയാൾ കുറച്ച് നാൾ ലീവൊക്കെ എടുത്ത് ഇവിടെ നിന്നിട്ട് ഇയാൾ ഒറ്റയ്ക്ക് തന്നെ മടങ്ങിപ്പോയി. ആ സംഭവം എന്തായി അവസാനിക്കും എന്ന് നിങ്ങൾ അറിയുക. ഇദ്ദേഹം പിന്നീട് ഈ മാനസിക രോഗപരമായ അവസ്ഥ ഉള്ള ഒരാളും അങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യില്ല, ഡോക്ടറെ കാണില്ല. സംശയരോഗികൾ പ്രത്യേകിച്ച്. മറ്റെല്ലാവർക്കുമാണ് രോഗം, തനിക്ക് രോഗമൊന്നുമില്ല എന്ന അവസ്ഥയിലാണ് ഇവരെല്ലാം പിടിച്ച് നിൽക്കുന്നത്. ഇവിടെ ഭാര്യ തന്നെ പ്രതിസ്ഥാനത്തും ഇയാൾ വാദിസ്ഥാനത്തും നിന്നുകൊണ്ടുള്ള ഫൈറ്റ് ഏകദേശം 3.5-4 വർഷത്തോളം തുടർന്നു എന്നുള്ളതാണ്. ഇയാൾ ഗത്യന്തരമില്ലാതെ തിരിച്ചു പോയതിനു ശേഷവും ഭാര്യ ഫോണിൽ വിളിക്കാതായി, പണക്കമായി, ഒടുവിൽ വക്കീൽ നോട്ടീസ് അയക്കലായി. എല്ലാം കൊണ്ടും സംഭവം രൂക്ഷമായി. ഒടുവിൽ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൗൺസിലിങ്ങിനായി ഈ ലേഡിയെ ബന്ധുക്കൾ കൊണ്ടുവരുന്നത്. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ സംഭവമെല്ലാം വിവരിച്ചത്. നിങ്ങളോട് ഇതിൽ എനിക്ക് വിവരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളും ഇയാളിൽ നിന്ന് ഈ സ്ത്രീക്കുണ്ടായി.
അത് ശരിക്കും അത് പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ്. കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളാണ് ഈ മനുഷ്യരിൽ നിന്നും ഈ സ്ത്രീക്ക് സംഭവിച്ചത്. ഒടുവിൽ അയാൾ തന്നെ മുൻകൈ എടുക്കുന്നു, വക്കീൽ നോട്ടീസ് അയക്കുന്നു, ഫാമിലി കോർട്ടിൽ കേസ് വരുന്നു. ഒന്നിനും അവർ നിന്നു കൊടുത്തില്ല, എല്ലാത്തിനും സമ്മതിച്ച് വിവാഹ മോചനം നടക്കുകയും ചെയ്തു. അപ്പോൾ ഈ കൗൺസിലിങ്ങിന് വന്ന് ഇവരിത് പറയുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ തൻ്റെ അവസ്ഥ തൻ്റെ പേരൻസിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം അവർക്ക് താൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല താൻ അനുഭവിക്കുന്ന ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര വലുതാണെന്ന്. ഇവരൊക്കെ ഇത് നിസ്സാരമായിട്ടാണ് കാണുന്നത്. താൻ സഹിച്ചു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ശരിയാകും എന്നാണ് പേരൻസ് ഇവളോട് ഉപദേശിക്കുന്നത്. ഒരേ ഒരു സഹോദരനുള്ളൂ, അദ്ദേഹം ഈ സഹോദരിയുടെ കൂടെ തന്നെയാണ്. അവൾക്ക് വേണ്ട എങ്കിൽ വേണ്ട എന്ന് തന്നെ തീർപ്പാക്കണം എന്ന് അയാൾ സ്ട്രോങ് ആയി നിന്നതിനെ തുടർന്നാണ് ഒടുവിൽ ഈ പേരൻസ് സമ്മതിച്ചത്. ഞാൻ അവരോട് വസ്തുതകളെല്ലാം പറഞ്ഞു. ഒന്നുകിൽ അയാൾ ട്രീറ്റ്മെൻറ്റിന് വരണം, ട്രീറ്റ്മെൻറ്റിന് വന്നാൽ കൗൺസിലിങ്ങിൽ തുടങ്ങാം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഈ സംശയ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വന്നാൽ അത് തീർച്ചയായിട്ടും ചെയ്യാം. അത് അലോപ്പതിയുമായി ബന്ധപ്പെട്ട് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഹോമിയോപ്പതിയിൽ പോലും ഈ സംശയ രോഗത്തിന് 1-ാം തരം മരുന്നുണ്ട്. അത് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പേരൻസിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഈ ലേഡിയുടെ സഹോദരനെ ഞാൻ ഫോണിലൂടെ ബന്ധപ്പെട്ടു. അയാൾ വിദേശത്തായിരുന്നു. അങ്ങനെ ക്ലിയറായി ഇയാളുടെ രോഗാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അയാൾ ട്രീറ്റ്മെൻറ്റിന് തയ്യാറല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ രോഗവുമായിട്ട് ഈ സ്ത്രീയെ നിരന്തരം പീഡിപ്പിക്കും. എന്തു വന്നാലും ഇപ്പോൾ അവർ പ്രഗ്നൻ്റാണ്, അവർ പ്രസവിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് സാമ്പത്തിക സൗകര്യം ഉള്ളതാണ്, മറ്റൊരു വിവാഹം അവർക്ക് നടത്തി കൊടുക്കുക. വേണ്ട എങ്കിൽ അവർ അവരുടെ കുഞ്ഞിനെയും നോക്കി അവർ ജീവിച്ചോട്ടെ എന്ന് ഞാൻ അവരെ കൃത്യമായും ബോധ്യപ്പെടുത്തി കൊടുത്തു. അവർ അത് അംഗീകരിച്ചു. അങ്ങനെ രണ്ടും രണ്ട് പാത്രമായി, രണ്ടുപേരും വേർപിരിക്കും. ഈ സംഭവം നടത്തിയിട്ട് 18 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ സ്ത്രീ ആ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം 4 വയസ്സ് തികഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് മറ്റൊരു വിവാഹാലോചന വന്നു. ആ വിവാഹാലോചനയുടെ എല്ലാം നോക്കിയും കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആ വ്യക്തിയെപ്പോലും ഈ സ്ത്രീ പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തിയെന്ന് വേണമെങ്കിലും പറയാം. കാരണം ഇനിയും മറ്റേ ഒരാളുടെ പോലെ ഒരാളാകരുതല്ലോ എന്ന് കരുതി. പക്ഷേ സംസാരിച്ചപ്പോൾ വളരെ അങ്ങനെ ഒരു രോഗാവസ്ഥയില്ലാത്ത മാന്യനായ ഒരു മനുഷ്യൻ, അയാളുടെയും സെക്കൻഡ് മാരേജാണ്. അവർ തമ്മിലുള്ള വിവാഹം നടക്കുകയും ആ സ്ത്രീ സുഖവും സന്തോഷവുമായിട്ട് ഇപ്പം ജീവിക്കുകയും ചെയ്യുന്നു. അയാളിൽ നിന്ന് ഒരു ചെലവിന് പോലും, കുട്ടിയുടെ ചെലവിനോ അല്ലെങ്കിൽ വൈഫിൻ്റെ മെയിൻ്റനൻസിനോ ഒന്നും തന്നെ ഒരു ക്ലെയിമും കൊടുത്തില്ല. അയാളുടെ സ്ഥിതി എന്താണെന്ന് എനിക്കും അറിയില്ല, അവരും അത് നോക്കാനേ പോകുന്നില്ല. അവർക്കും അറിയില്ല ഇയാൾ പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളത്. കുടുംബത്തിൽ അന്വേഷിച്ചപ്പോൾ ഇയാൾ നാട്ടിലേ വരാറില്ല. കാരണം ഇതെല്ലാം അങ്ങാടിപ്പാട്ടായി. ഇയാൾ സംശയ രോഗവും വിവാഹ മോചനവും ഒക്കെ കൂടി അയാൾ ഗൾഫിൽ തന്നെ ഏതോ ബന്ധത്തിൽ ഏർപ്പെട്ട് അവിടെ തന്നെ തുടരുന്നു എന്ന് അറിഞ്ഞതായിട്ട് പിന്നീട് അവരുടെ ഒരു ബന്ധു എന്നെ നേരിൽ കണ്ടപ്പോൾ പറയുകയുണ്ടായി. അറിയുക, സംശയം എന്ന് പറയുന്നത് രോഗമാണ്. ഈ രോഗം ഒരുവിധമൊന്നും ഉപദേശങ്ങളിലൂടെയൊന്നും മാറുന്നതല്ല. ഇത് ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണ്. ഇത് ഒന്നല്ല, ഇതുപോലുള്ള ചെറുതും വലുതുമായ സംശയ രോഗികളായ ഭർത്താക്കന്മാർ നിരവധിയുണ്ട്. അങ്ങനെ ഒരു ഭർത്താവിനെയാണ് ഒരു സ്ത്രീക്ക് കിട്ടുന്നെങ്കിൽ ഞാൻ ഒറ്റ വാക്കിൽ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിച്ച് പറയാം, ആ സ്ത്രീയുടെ ജീവിതം കട്ടപ്പോകയാണ്. അതോടുകൂടി ആ സ്ത്രീ ഒന്നുകിൽ നരക ജീവിതമാകും, ഇല്ലെങ്കിൽ അവർ സൂയിസൈഡിലേക്ക് പോകും. അഥവാ സഹിക്കാൻ വയ്യാതെയായാൽ ഈ ഭർത്താവ് ഒന്നൊന്നും നോക്കൂല, അടിച്ചു കൊല്ലുകയും ചെയ്യും. കാരണം അത്രത്തോളം ഈ രൂക്ഷത ഈ സംശയ രോഗത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഉള്ള സ്വസ്ഥത മുഴുവൻ പോകും എന്നുള്ളത് അതിൻ്റെ ഒരു നട്ട്ഷെല്ലായിട്ട് പറയാം. ഇനിയും ഇതുപോലുള്ള കഥകൾ ഉണ്ട്. നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ഉപകരിക്കും. ഇത് ഷെയർ ചെയ്താൽ ചില സംശയ രോഗികളെങ്കിലും മനസ്സിലാക്കും തനിക്ക് സംശയരോഗം തന്നെയാണ് എന്ന്. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലരെങ്കിലും രക്ഷപ്പെടുക തന്നെ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകട്ടെ. നന്ദി.